നമസ്കാരം, ധന്യ അൺസ്ക്രിപ്റ്റഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായെങ്കിലും ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഫോർഗീവ്നെസ് ഡേ, അതായത് ക്ഷമയുടെ ദിനം. ക്ഷമിക്കുക എന്നത് ഒരു ദുർബലതയല്ല, അത് ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ചില ഓർമ്മകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു ചോദ്യം, ആ വേദന പിടിച്ചു വെച്ച് ജീവിക്കുന്നത് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? ഉത്തരം ഒന്ന് തന്നെ, എപ്പോഴും നമ്മളെയാണ്. ക്ഷമിക്കുക എന്നത് നടന്ന തെറ്റിനെ അംഗീകരിക്കലല്ല, മറിച്ച് ആ വേദനയുടെ ഭാരം ഇനി ചുമക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. ക്ഷമിക്കുമ്പോൾ ആദ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മുടെ മനസ്സിനാണ്. പഠനങ്ങൾ പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കുന്നവരിൽ മാനസിക സമ്മർദ്ദം കുറയും, മനസ്സമാധാനം വർദ്ധിക്കും, ബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരമാകും ഒക്കെയാണ്. എല്ലാവരും ഉടനെ ക്ഷമിക്കാൻ കഴിയണമെന്നില്ല. ചില മുറിവുകൾ ആഴമുള്ളവയായിരിക്കാം. അതിന് നമ്മൾ സമയം കണ്ടെത്തി അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കൽ മനസ്സ് തയ്യാറാകുമ്പോൾ ക്ഷമയുടെ വഴിയിൽ ഒരു ചെറിയ ചുവടുവെപ്പ് പോലും ജീവിതത്തെ മാറ്റാൻ കഴിയും. ഇന്ന് ഫോർഗീവ്നെസ് ഡേ ആയതിനാൽ നിങ്ങൾക്കൊരു ചെറിയ ചലഞ്ച് തരട്ടെ. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ ഓർക്കുക. ഇന്ന് തന്നെ സംസാരിക്കണമെന്നില്ല, പക്ഷേ ആ വ്യക്തിയോടുള്ള കോപം അല്പമെങ്കിലും വിട്ടുകളയാൻ മനസ്സിൽ തീരുമാനിക്കൂ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമിക്കണം എന്ന് പറയാനുള്ള ധൈര്യം കണ്ടെത്തൂ. ആ ഒരു വാക്ക് ചിലപ്പോൾ തകർന്ന ബന്ധങ്ങൾ വീണ്ടും ചേർക്കാൻ സഹായിക്കും. ഓർക്കുക, ക്ഷമിക്കുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ സ്വന്തം മനസ്സിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ ജീവിതം വളരെ ചെറുതാണ്. വെറുപ്പും പകയും ചുമന്ന് നടക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഫോർഗീവ്നെസ് ഡേയിൽ നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഹാർട്ട് എന്ന് ഇടൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം ഹൃദയസ്പർശിയായ വീഡിയോയേക്കാൾ ധന്യ അൺസ്ക്രിപ്റ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനിയും ഒരുപാട് വീഡിയോസുമായി നിങ്ങളുടെ മുൻപിൽ ഈ ധന്യ അൺസ്ക്രിപ്റ്റഡ് ചാനൽ എത്തും. അപ്പോൾ സ്നേഹത്തോടെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഉത്തേജനമാണ് നിങ്ങളുടെ കമൻറ്റുകൾ. അപ്പോൾ സ്നേഹത്തോടെ എന്നും ധന്യ.